Okay, good morning all of you. All of you mark your attendance. ഇപ്പോൾ ഏഴാമത്തെ ലെസണില് നിലാതീരത്ത് നമ്മൾ കുറച്ച് ഭാഗം പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും വായിച്ചു എന്നല്ലേ പറഞ്ഞേ? വായിച്ചോ? ഓക്കെ, അപ്പൊ നമ്മൾ അതിൽ കുറച്ച് ഭാഗം പഠിച്ചിട്ടുണ്ട്. അത് വെച്ച് ഞാൻ 2-3 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നോക്കട്ടെ നിങ്ങൾ വായിച്ചോന്ന്. ഓക്കെ. നിലാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്, പതിക്കുന്നത് എവിടെ? എവിടെയാ ഹലീമ? നിലാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്, പതിക്കുന്നത് എവിടെയാണ്? ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച്. അപ്പൊ നിലാനദി ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ് അല്ലെ? എവിടെയാണ് പതിക്കുന്നത്? 250 കിലോമീറ്റർ 250 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിലാണ് അത് പതിക്കുന്നത് അല്ലെ? ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. ആനമലയിൽ നിന്നാണ് നിലാനദി ഉത്ഭവിക്കുന്നത് അല്ലെ? അറബിക്കടലിലാണ് പതിക്കുന്നത്. എത്ര കിലോമീറ്റർ ഒഴുകി എന്നുള്ളത്? 250 കിലോമീറ്റർ. അപ്പൊ നിങ്ങൾക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? നിലാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്ന്, പതിക്കുന്നത് എവിടെ? മാർക്ക് ചെയ്തു വെച്ചോ. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് എന്ത്? ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന നിലാനദി 250 കിലോമീറ്റർ ഒഴുകി അറബിക്കടലിലാണ് പതിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഏതെല്ലാം ജില്ലകളിലൂടെയാണ് നിലാനദി ഒഴുകുന്നത്? ഏതെല്ലാം ജില്ലകളിലൂടെയാ പായലേ? പായൽ, ഏതെല്ലാം ജില്ലകളിലൂടെയാണ് നില ഒഴുകുന്നത്? ഞാനിപ്പോ ടെക്സ്റ്റ് എടുത്തിട്ടില്ല. ഞാൻ കാജലിനോട് പറഞ്ഞേക്കുവാ ടെക്സ്റ്റ് കൊണ്ടുവരാൻ വേണ്ടി. ഇപ്പൊ കൊണ്ടുവരുന്നുണ്ട്. ടെക്സ്റ്റ് എടുത്തില്ലേ? ഇപ്പൊ കാജല് കഴിയുന്ന പറഞ്ഞേക്കണം. ഞാൻ ഇപ്പൊ കടയില്ല. ഓക്കെ, നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് എടുത്ത് നിങ്ങൾക്ക് അറിയാലോ ഇന്ന് ഇപ്പൊ ഏത് സബ്ജക്റ്റ് ആണെന്ന്. എല്ലാ സബ്ജക്റ്റിന്റെ സമയത്തും ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് എന്ത് വേണം? ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവണം അല്ലെ? ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് കാര്യമാണ്? അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റിനെ ഞാൻ ചോദിച്ചത്, ഏതെല്ലാം ജില്ലകളിലൂടെയാണ് നിലാനദി ഒഴുകുന്നത്? ഏതെല്ലാം ജില്ലകളിലൂടെയാണ് അഫ്രാസെ? ഇല്ലല്ല. എന്താണ് ആരോമൽ അതിന്റെ ആൻസർ? ആരോമൽ ബിജു, എന്താ മോനെ അതിന്റെ ആൻസർ? ആരോമൽ, ആരോമലിന് കേൾക്കാൻ പറ്റുന്നില്ലേ മിസ് പറയുന്നത്? ആരോമൽ അവിടെ അനങ്ങുന്നുണ്ടല്ലോ. ആ പറഞ്ഞോ. പാലക്കാട്, തൃശ്ശൂര്. പാലക്കാട്, തൃശ്ശൂര്. അത്രയേ ഉള്ളൂ? പാലക്കാട്, തൃശ്ശൂരേ ഉള്ളൂ? ആരോമൽ അതിന്റെ ആൻസർ കൃത്യമായി പറഞ്ഞ. ആരോമലെ, എന്താ രണ്ടാമത്തെ ആൻസർ? പാലക്കാട്, തൃശ്ശൂർന്ന് മാത്രമേ ഉള്ളൂ മക്കളെ? അല്ല മിസ്, എറണാകുളം. ഓക്കെ ഓക്കെ. ഹെവൻ ഒന്ന് പറഞ്ഞേ. ഹെവനെ, ആരോമലെ നിന്നെ ഇങ്ങനെ ഞാൻ വിടില്ല കേട്ടോ. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകൾ തഴുകിക്കൊണ്ടാണ് എന്ത്? നിലാനദി ഒഴുകുന്നത്. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. മാർക്ക് ചെയ്യണം. ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ മാർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ, നിലയിലുള്ള അണക്കെട്ടുകളും ജലസംഭരണികളും ഏതെല്ലാം? ഏതൊക്കെയാണ്? ഏതൊക്കെയാണ് ജീവ? നിലയിലുള്ള അണക്കെട്ടുകളും ജലസംഭരണികളും ഏതൊക്കെ? ജീവ. മലമ്പുഴ അണക്കെട്ട്, മംഗലം, മീൻകര, ചുള്ളിയാർ. മലപ്പുഴ അണക്കെട്ടും മംഗലം, മീൻകര, ചുള്ളിയാർ, പോത്തുണ്ടി തുടങ്ങിയ ജലസംഭരണികളുമാണ് അല്ലെ? ഓക്കെ, അതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. മാർക്ക് ചെയ്യണം കുട്ടികൾ, എഴുതേണ്ടതാണ്. നെക്സ്റ്റ് നാലാമത്തെ, ആദ്യകാലത്ത് മാമാങ്കം നടത്തിയിരുന്നത് ആരാണ്? ആദ്യകാലത്ത് മാമാങ്കം നടത്തിയിരുന്നത് ആരാണ്? ആരാധ്യ?
ആദ്യകാലത്ത് മാമാങ്കം നടത്തിയിരുന്നത് ആരായിരുന്നു? ഗുഡ് മോർണിംഗ് ആരാധ്യ. ആരാധ്യക്ക് കേൾക്കുന്നില്ല? ആരാധ്യ ഒന്നുകൂടി പറയൂ, കേട്ടില്ല. ആദ്യകാലത്ത് മാമാങ്കം നടത്തിയിരുന്നത് ആരാണ്? അറിയില്ല അല്ലെ? ഷാനിഫ് അറിയാം. എന്നാ പറയ ആരാധ്യ. ആരാധ്യ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണോ? അത്രേ കേൾക്കുന്നുള്ളൂ എനക്കും. ഷാനിഫ് പറഞ്ഞ ഷാനിഫേ. എന്താണ് അതിന്റെ ആൻസർ? ഇത്രയും സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ പാഠം പഠിപ്പിക്കുന്ന സമയത്ത് എവിടെയാണ് മക്കളെ? മലബാറിലെ മേൽക്കോയ്മക്കാരായിരുന്ന പെരുമാക്കന്മാരുടെ അധീനതയിലായിരുന്നു ആദ്യകാലത്ത് മാമാങ്കം നടത്തിയിരുന്നത് അല്ലെ? അവരാണ് നടത്തിയിരുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഇത് മാർക്ക് ചെയ്യണേ. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇത് നോട്ടിലേക്ക് പകർത്തി എഴുതേണ്ടതാണ്. അതിനാണ് മാർക്ക് ചെയ്യണം എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഞ്ചാമത്തത്, സാമൂതിരി ആരിൽ നിന്ന് എങ്ങനെ മാമാങ്കം നടത്താനുള്ള അവകാശം തട്ടിയെടുത്തു? എന്താണ് അതിന്റെ ആൻസർ? ഹെവൻ പറഞ്ഞു. ഹെവനെ കേൾക്കുന്നില്ലേ? ഓക്കെ, പറഞ്ഞോ. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ ഹെവൻ പറയുന്നത്? പറയുന്നില്ല. അതന്നെ ഞാൻ വെച്ച് എനക്ക് മാത്രം കേൾവി കുറവുണ്ടോ? പറയാൻ പറ്റില്ലല്ലോ. ആതിര ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആതിര. പിന്നെ വള്ളുവനാട്ട് രാജാവിന്റെ ഇതിൽ നിന്നാണ് പിന്നെ കോഴിക്കോട്ട് സാമൂതിരി ഒടുവിലത്തെ പെരുമാൾ ഈ അവകാശം വള്ളുവനാട്ട് രാജാവിനെ ഏൽപ്പിച്ചു. ഈ രാജാവിന്റെ അധ്യക്ഷ. അത് കുറച്ച് ചുരുക്കി എഴുതണ്ടേ നിങ്ങൾ? എങ്ങനെ എഴുതണം? എങ്ങനെയാ അതിന്റെ ആൻസർ എഴുതേണ്ടത്? സാമൂതിരി ആരിൽ നിന്ന് എങ്ങനെ മാമാങ്കം നടത്താനുള്ള അവകാശം തട്ടിയെടുത്തു അല്ലെ? ആരിൽ നിന്നാണ് തട്ടിയെടുത്തത്? എങ്ങനെയാ തട്ടിയെടുത്തത്? പോർച്ചുഗീസുകാരുടെ കച്ചവടത്തിനായി കേരളത്തിൽ വന്ന പോർച്ചുഗീസുകാരുടെയും മറ്റും പിൻബലത്തോടെ ശക്തനായ കോഴിക്കോട്ട് സാമൂതിരി മാമാങ്ക മഹോത്സവത്തിന്റെ അധ്യക്ഷ സ്ഥാനം തട്ടിയെടുത്തു എന്നുണ്ട് അല്ലെ? അപ്പൊ അത് രണ്ടും കൂടെ ക്രോഡീകരിച്ചിട്ടാണ് അതിന്റെ ആൻസർ എഴുതേണ്ടത്. ഓക്കെ, നിങ്ങൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യന് ചില കുട്ടികൾ 1 മാർക്ക് 1ാം ക്ലാസ്സിലെ കുട്ടികൾ എഴുതുന്ന പോലെ ആൻസർ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാം? ഇപ്പൊ മാർക്കേ ഇല്ലാത്തവർക്ക് എങ്ങനെയെങ്കിലും ജയിപ്പിക്കണല്ലോ വിചാരിച്ച് ഞാൻ മാർക്ക് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മലയാളത്തിന് പോലും വളരെ ദയനീയമായിട്ടാണ് ആൻസർ ഒക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ 5 ക്വസ്റ്റ്യൻ നമ്മൾ ഇപ്പൊ പഠിച്ച ഭാഗത്താണ് ഉണ്ടായിരുന്നത്. ഈ 5 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യണം? ഇന്ന് ഈ പാഠം കഴിയും. അപ്പൊ ആ പാഠം കഴിഞ്ഞതിന് ശേഷം അർത്ഥം എഴുതുക, ഓപ്പോസിറ്റ് വേർഡ് എഴുതാനുണ്ട്, പര്യായ പദങ്ങൾ എഴുതാനുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യണം? എഴുതേണ്ടതാണ്. ഇന്ന് തന്നെ എഴുതണം എന്നല്ല, എഴുതേണ്ടതാണ്. മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ, അതുപോലെ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് നമുക്ക് നോട്ട് നോക്കാനുണ്ടല്ലോ. CE മാർക്ക് തരണ്ടല്ലേ? അപ്പൊ ഇന്ന് ഞാൻ പറയാം, കുറച്ച് കുട്ടികൾ, അതായത് ആദ്യത്തെ ഒരു ആതിര നോട്ട് ചെയ്ത് വെച്ചോ. ആതിര, ആരാധ്യ, ഹലീമ, ജീവ. ഏത് പാടെന്നറിയോ? നോട്ട് ചെയ്ത് വെച്ചോ. നമ്മൾ ശ്രീരാമന്റെ യാത്ര എന്നില്ലേ ആ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസറും അർത്ഥവും ഒക്കെ എഴുതിയല്ലേ? ഫിനിഷ് ആയതല്ലേ അത്? ഓക്കെ, അത് ഇട്ട് തരണേ. നിങ്ങൾ ആരൊക്കെ? ആതിര, ആരാധ്യ, വിജേഷ്, ഹലീമ, ജീവ, 4 പേര് ശ്രീരാമന്റെ യാത്ര എന്ന പാഠഭാഗത്തിന്റെ ഫുൾ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറും എനിക്ക് ഇട്ട് തരണം. ഓക്കെ,
സിമ്പിൾ ചെറിയൊരു പാഠത്തിന്റെ. നെക്സ്റ്റ് ആരോമല് നോട്ട് ചെയ്ത് വെച്ചോ. ആരോമല് ഷാനിഫ്. ഏത് ഇത് ഏ ശ്രീരാമന്റെ യാത്രന്റെ നോട്ട് ക്ലാസ് ആയിട്ട് ഇടുന്ന എനിക്ക് മനസ്സിലായില്ല അലീമ. ക്ലാസ് കഴിഞ്ഞിട്ട് മറ്റേ നോട്ട് സെൻഡ് ചെയ്താ പോരെ? ആ ക്ലാസ് കഴിഞ്ഞിട്ട് മാത്രം മതി. അത് ആ സി മാർക്ക് നിങ്ങൾ എഴുതിയോ നോക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെ ചെയ്യണം? ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ ചെയ്യണം. ഇപ്പൊ അല്ല, ക്ലാസ് കഴിഞ്ഞ ഉടനെ. പിന്നെ അടുത്ത ആരൊക്കെ? ആരോമല്, ഷാനിഫ്. ക്ലിയോപാട്രയുടെ നാട്ടിൽ എന്ന പാഠത്തിന്റെ ഫുൾ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറും ഇട്ട് തരണം. ആരോമല്, ഷാനിഫ് രണ്ടുപേര്. ഓക്കെ. നെക്സ്റ്റ് ഹെവനും പായലും. ഓർമ്മിച്ചോ? നിങ്ങളുടെ ഭാഗം നിങ്ങൾ ഓർമ്മിച്ചോ? ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാലാമത്തെ പാഠത്തിന്റെ പൂക്കാരി എന്ന പാഠത്തിന്റെ എല്ലാ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസറും. ഇനി ഡെൽവിനും പിന്നെ ആരാ? വസുദേവും. തൊട്ട് മുന്നത്തെ, അതായത് മൂന്നാമത്തെ പാഠത്തിന്റെ ലാൽ ബഹദൂർ ശാസ്ത്രി. നോട്ട് ചെയ്ത് ഇപ്പൊ വെച്ചാൽ നിങ്ങൾ ഇറങ്ങിയിട്ട് എഴുതാനൊന്നും പോണ്ട. എഴുതാൻ കംപ്ലീറ്റ് അല്ലാത്തവര് ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ എനിക്ക് ഇട്ട് തരണം. നെക്സ്റ്റ് അഫ്രാസ് അല്ലേ ഇനിയുള്ളത്? അലൻ പിന്നെ അഫ്രാസും ജസ്റ്റസും അല്ലേ? അഫ്രാസും ജസ്റ്റസും പാഠം 2 കാരുണ്യത്തിന്റെ വില. കേട്ടോ? അർജുൻ പറഞ്ഞില്ലല്ലോ. അർജുൻ ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ നിന്ന് പറയാൻ കഴിയില്ല. ഇനിയിപ്പോ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ഇട്ട് കൊടുക്കണം. അർജുൻ, അശ്വിൻ, ഹരിനന്ദ്. രണ്ടാമത്തെ പാടല്ലേ? പിന്നെ രണ്ടാമത്തെ പാടല്ലേ? ഏത് രണ്ടാമത്തെ പാഠം? ഞാൻ അഫ്രാസിനോട് ഏത് പാടാ പറഞ്ഞേ? കാരുണ്യത്തിന്റെ വിലയല്ലേ? രണ്ടല്ലേ? അതെ മിസ്സേ, കാരുണ്യത്തിന്റെ വിലയാ പറഞ്ഞേ. മൂന്നാമത്തെ ലെസൺ കാരുണ്യത്തിന്റെ വില. അല്ല, ലാൽ ബഹദൂർ ശാസ്ത്രി അല്ലേ പറഞ്ഞേ? മിസ്സേ, കാരുണ്യത്തിന്റെ വില എന്ന് പറഞ്ഞ നേരത്തെ. അത് ജസ്റ്റിസിനോടല്ലേ? ഡെൽവിനും വസുദേവും. അഫ്രാസിനോടും ഡെൽവിനോടും ഒരേ കാര്യ പറഞ്ഞേ. ഓക്കെ. അപ്പൊ നിങ്ങളുടെ പാഠം ലെസൺ എടുത്തോ. ബാക്കിയുള്ളവരോട് ഞാൻ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ഇട്ട് ചോദിച്ചോളൂ. മിസ്സേ, എനിക്ക് കാരുണ്യത്തിന്റെ വില. ഏ ജസ്റ്റിസിന് കാരുണ്യത്തിന്റെ വിലയല്ലേ? ആണോ? നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് അല്ലേ? അതെ അതെ, ഇട്ട് തരണേ. ജസ്റ്റിസിന്. ഓക്കെ. ഇനി നമ്മൾ ഏതുവരെ പഠിച്ചു? ആ ഒരു പാരഗ്രാഫ് അല്ലേ? മലബാറിലെ മേൽക്കോയ്മക്കാരായിരുന്ന പെരുമാക്കന്മാരുടെ അധീനതയിലാണ് ഒരു കാലത്ത് മാമാങ്കം നടന്നിരുന്നത്. അത് കംപ്ലീറ്റ് ആ പാരഗ്രാഫ് കഴിഞ്ഞതാണ്. ഞാൻ ഒന്ന് വായിക്കാം. ഒടുവിലത്തെ പെരുമാളിയെ അവകാശം വള്ളുവനാട്ട് രാജാവിനെ ഏൽപ്പിച്ചു. ഈ രാജാവിന്റെ അധ്യക്ഷതയിൽ വളരെ കാലം ഈ ആഘോഷം നടന്നു. കലാകാരന്മാരുടെ സമ്മേളനങ്ങൾ, വാണിജ്യ വ്യവസായങ്ങളുടെ പ്രദർശനങ്ങൾ തുടങ്ങിയ പരിപാടികളും ഈ ഉത്സവകാലത്ത് നടത്തിയിരുന്നു. കച്ചവടത്തിനായി കേരളത്തിൽ വന്ന പോർച്ചുഗീസുകാരുടെയും മറ്റും പിൻബലത്തോടെ ശക്തനായ കോഴിക്കോട്ട് സാമൂതിരി മാമാങ്ക മഹോത്സവത്തിന്റെ അധ്യക്ഷ സ്ഥാനം തട്ടിയെടുത്തു. അത് വീണ്ടെടുക്കാൻ വള്ളുവനാട്ട് രാജാവും അദ്ദേഹത്തിന്റെ ചാവേർപ്പടയും നിരവധി കാലം പടവെട്ടിയിട്ടുണ്ട്. 12 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന മാമാങ്കത്തോടനുബന്ധിച്ച് തിരുനാവ, മണപ്പുറത്ത് ചാവേർപ്പടയും സാമൂതിരിയുടെ സൈന്യവും തമ്മിൽ ഉഗ്രമായ പോരാട്ടമാണ് നടന്നു വന്നിരുന്നത്. മാമാങ്കത്തിന്റെ വ്യവസ്ഥയനുസരിച്ച് ഒരു വ്യാഴവട്ടം കഴിയുമ്പോൾ അധ്യക്ഷപദം ഒഴിയണം. അങ്ങനെ ഒഴിയാൻ നിർബന്ധിതനായെങ്കിലും പല തന്ത്രങ്ങളും പ്രയോഗിച്ച് സാമൂതിരി വീണ്ടും ആ സ്ഥാനം തിരിച്ചുപിടിക്കുകയും 12 വർഷം കൂടുമ്പോൾ തിരുനാവായിൽ വരികയും 12 ദിവസം തുടർച്ചയായി അധ്യക്ഷനായിരുന്ന് മാമാങ്ക മഹോത്സവം നടത്തിയതിന് ശക്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ചാവേർപ്പടയുമായി ഏറ്റുമുട്ടിയുള്ള രക്തച്ചൊരിച്ചിൽ നടക്കുന്നത് ഈ കാലത്താണ്. അതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, പേജ് നമ്പർ 31 ശ്രദ്ധിക്കുക എല്ലാവരും. മാമാങ്ക മഹോത്സവം നടന്നിരുന്ന തീരം നിളയുടേതാണെന്ന് മുമ്പ് പറഞ്ഞല്ലോ. അങ്ങനെ കലയും സംസ്കാരവും വിളഞ്ഞു നിന്ന നൂറ്റാണ്ടുകളുടെ ചരിത്രകഥകൾ ഇവയെല്ലാം അവൾക്ക് അയവിറക്കാനുള്ളത്. ആരാ ഈ അവള്? ഇവിടെ പറയുന്ന അവളാരാ? വീര പോരാട്ടങ്ങളുടെ കഥകൾ, ചാവേർപ്പടയുടെ രോമാഞ്ചജനകങ്ങളായ സാഹസിക കഥകൾ, ഇവയൊക്കെ നിലയ്ക്ക് പറയാനുണ്ട് അല്ലേ? ഒരുപാട് വീര സാഹസിക കഥകളൊക്കെ നിലയ്ക്ക് പറയാനുണ്ട് എന്ന് പറഞ്ഞു. ഇനി എന്തൊക്കെയാണ് നിളയുടെ തീരത്തുണ്ടായിരുന്നതൊക്കെ പറയുന്നുണ്ട് അടുത്ത പാരഗ്രാഫിൽ. കേരളീയ കലകളുടെ സമ്മേളന കേന്ദ്രമായ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നതും നിളയുടെ തീരത്ത് തന്നെ. അപ്പോ ഒന്ന് മാമാങ്ക മഹോത്സവം, രണ്ടാമത്തെ എന്താ പറഞ്ഞേ? കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്
നിളയുടെ തീരത്താണ്. ഓക്കെ, കേരളീയ കലകളുടെ സമ്മേളന കേന്ദ്രമാണ് ഏത്? കേരള കലാമണ്ഡലം. അത് സ്ഥിതി ചെയ്യുന്നത് നിളയുടെ തീരത്താണ്. മഹാകവി വള്ളത്തോളിന്റെയും കുഞ്ഞുണ്ണി രാജായുടെയും ശ്രമഫലമായാണ് കഥകളി കേന്ദ്രമായ കലാമണ്ഡലം ആരംഭിച്ചത്. ആരുടെയൊക്കെയാ? കുഞ്ഞുണ്ണി രാജായുടെയും മഹാകവി വള്ളത്തോളിന്റെയും ശ്രമഫലമായാണ് കഥകളി കേന്ദ്രമായ കലാമണ്ഡലം ആരംഭിച്ചത്. കേരളത്തിന്റെ തനത് കലയായ കഥകളി മാത്രമല്ല, മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ, കൂത്ത്, കൂടിയാട്ടം, പഞ്ചവാദ്യം തുടങ്ങിയ കേരളീയ കലകളും ഇവിടെ അഭ്യസിപ്പിക്കുന്നു. ഈ കലകൾ അഭ്യസിപ്പിക്കുന്നതിന് നിർമ്മിച്ചിട്ടുള്ള കൂത്തമ്പലങ്ങൾ വളരെ പ്രസിദ്ധമാണ്. കഥകളി പരിശീലിപ്പിക്കുക മാത്രമല്ല, പുറത്തുപോയി കളിക്കുന്നതിന് ഒരു കളിയോഗവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് ഈ സ്ഥാപനം ഏറ്റെടുത്ത് കലാലയമാക്കി മാറ്റിയിരിക്കുന്നു. ഓക്കെ, ഏത് സ്ഥാപനം? കേരള കലാമണ്ഡലം അല്ലേ? അപ്പൊ എന്തൊക്കെയാണ് കേരള കലാമണ്ഡലം? നിളയുടെ തീരത്താണ് സ്ഥിതി എന്ന് പറഞ്ഞു. അവിടെ എന്താണ് നില? അത് മഹാകവി വള്ളത്തോളിന്റെയും കുഞ്ഞുണ്ണി രാജായുടെയും ശ്രമഫലമായാണ് കഥകളി കേന്ദ്രമായ കലാമണ്ഡലം ആരംഭിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കേരളത്തിന്റെ തനത് കലയായ കഥകളി മാത്രമല്ല, പിന്നെന്തൊക്കെയാ? മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ, കൂത്ത്, കൂടിയാട്ടം, പഞ്ചവാദ്യം തുടങ്ങിയ കേരളീയ കലകളും ഇവിടെ അഭ്യസിപ്പിക്കുന്നു. പിന്നെയോ, ഈ കലകൾ അഭ്യസിപ്പിക്കുന്ന നിർമ്മിച്ചിട്ടുള്ള കൂത്തമ്പലം വളരെ പ്രസിദ്ധമാണ്. കഥകളി പരിശീലിപ്പിക്കുക മാത്രമല്ല, പുറത്തുപോയി കളിക്കുന്നതിന് ഒരു കളിയോഗവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് ഏത് സ്ഥാപനം? കേരള കലാമണ്ഡലം ഏറ്റെടുത്ത് കലാലയമാക്കി മാറ്റിയിരിക്കുന്നു. പിന്നെന്താ പറയുന്നത് നോക്കിയേ? പുരാതന പ്രസിദ്ധങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ നിളയുടെ തീരത്തുണ്ട്. അടുത്തതെന്താ? നിളയുടെ തീരത്തുള്ളത് പുരാതന പ്രസിദ്ധങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ അല്ലെ? ഏതൊക്കെയാ അതെന്ന് പറയുന്നത്? തിരുനാവായ്, തിരുമിറ്റക്കോട്, ചമ്രവട്ടം, തിരുവില്വാമല, ഈ പേരുകളിൽ അവ അറിയപ്പെടുന്നു. ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് കേട്ടോ അത്. പുരാണ പ്രസിദ്ധങ്ങളായ ഏതൊക്കെ നിളയുടെ തീരത്ത് നിലകൊള്ളുന്ന കലാകേന്ദ്രം? അത് കേരള കലാമണ്ഡലം. പിന്നെ നിളയുടെ തീരത്തുള്ള പുരാതന പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങൾ ഏതൊക്കെയാ? തിരുനാവായ്, തിരുമിറ്റക്കോട്, ചമ്രവട്ടം, തിരുവില്വാമല, ഈ പേരുകളിലാണ് അവ അറിയപ്പെടുന്നത്. കേരളത്തിലെ പ്രശസ്തരായ പല സാഹിത്യകാരും ജനിച്ചു വളർന്നത് നിളാ നദീ തീരത്തായിരുന്നു. ഏതൊക്കെയാണ്? മഹാകവി വള്ളത്തോൾ. ആരൊക്കെയാണ്? മഹാകവി വള്ളത്തോൾ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, VT വട്ടതിരിപ്പാട്, MT വാസുദേവൻ നായർ, VKN അക്കിത്തം തുടങ്ങിയവർ ഇക്കൂട്ടത്തിൽ പെടുന്നു. അപ്പൊ അത് വേറൊരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ്. എന്താണ്? നിളയുടെ നിളാ നദീതീരം പാർപ്പിട കേന്ദ്രമാക്കിയ സാഹിത്യകാരന്മാർ ആരെല്ലാം? ആരൊക്കെയാണ്? മഹാകവി വള്ളത്തോൾ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, VT വട്ടതിരിപ്പാട്, MT വാസുദേവൻ നായർ, VKN അക്കിത്തം തുടങ്ങിയവരാണ് ഇക്കൂട്ടത്തിൽ പെടുന്നത് അല്ലെ? അപ്പൊ അവരാണ് ആര്? നിളാ നദീതീരം പാർപ്പിട കേന്ദ്രമാക്കിയ സാഹിത്യകാരൻ. പാർപ്പിടം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പാർപ്പിടം എന്താ മീനിങ് മക്കളെ? വീട്. വീട്. പാർപ്പിടം വീട് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞ? ഇവരുടെ സാഹിത്യ രചനകൾക്ക് നിള കുറച്ചൊന്നുമല്ല പ്രചോദനം നൽകിയിട്ടുള്ളത്. ഇനി അടുത്ത് വേനൽ അറുതി പറഞ്ഞെന്താ? വേനൽക്കാലം കഴിയുമ്പോ അല്ലെ അറുതിയിൽ നിള തളർന്ന് അവശയായിരിക്കും. വർഷാഗമം, വർഷം മഴക്കാലം, ആഗമം ആരംഭം അല്ലെ? മഴക്കാലത്തിന്റെ ആരംഭത്തില് എങ്ങനെയാ? ഹർഷപുളകിതയാകും അവൾ. സന്തോഷം കൊണ്ട് പുളകിതയാവും അല്ലെ? ഹർഷപുളകിത പറഞ്ഞെന്താ? സന്തോഷത്താൽ രോമാഞ്ചം കൊണ്ടവള്. ഹർഷപുളകിതയാവും അവൾ. തീരങ്ങളെ ആർദ്രമാക്കിക്കൊണ്ട് ചരിത്രം രചിച്ചുകൊണ്ട് എന്നും അവൾ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. പുണ്യശ്ലോകയായ നിള, പ്രിയങ്കരിയായ നമ്മുടെ ഭാരതപ്പുഴ. അപ്പൊ ഭാരതപ്പുഴയിൽ എന്തൊക്കെ? ഭാരതപ്പുഴയുടെ തീരത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് മാമാങ്ക മഹോത്സവം നടക്കുന്നത്, 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മാമാങ്ക മഹോത്സവം നടക്കുന്ന ഭാരതപ്പുഴയുടെ തീരത്താണ്. നെക്സ്റ്റ് എന്താ? ഭാരതപ്പുഴയുടെ മറ്റൊരു പേരാണ് നിളാനദി. നെക്സ്റ്റ് എന്താ പറഞ്ഞ? നമ്മള് നിളയുടെ തീരത്ത് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ ഒരുപാട് സാഹിത്യകാരന്മാര് ജനിച്ചു വന്നാന്ന് പറഞ്ഞു അല്ലെ? പാർപ്പിട കേന്ദ്രമാക്കിയവരാണെന്ന് പറഞ്ഞു അവിടെ. പിന്നെന്താ പറഞ്ഞ്? കുറെ പുരാതന പ്രസിദ്ധങ്ങളായ ക്ഷേത്രങ്ങള് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ? ഓക്കെ, അതെല്ലാം ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കുറെ എണ്ണം.
എല്ലാരും ഒന്ന് വീഡിയോ ഓൺ ആക്കിയേ. വീഡിയോ ഓൺ ആക്കാനിട്ടാണോ അല്ല നെറ്റിന്റെ മിസ്റ്റേക്ക് ആണോ? എല്ലാരും വീഡിയോ ഓഫ് ആക്കിട്ടാ കാണുന്നത്. ഓക്കെ, ഒന്നത് വായിച്ചേ. ആരാ വായിക്കുന്നെന്ന്? ജസ്റ്റസ് ഒന്ന് വായിച്ചേ. ജസ്റ്റസേ, നമ്മൾ ഇന്നെടുത്ത ഭാഗം ഒന്ന് വായിച്ചേ. മാമാങ്ക മഹോത്സവം നടന്നു. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കംപ്ലൈന്റ് ഉണ്ടോ? വീഡിയോക്ക് ചെറിയ പ്രോബ്ലം ഉണ്ട് മിസ്, അതാ വീഡിയോ ഓഫ് ആക്കി. മാമാങ്ക മഹോത്സവം നടന്നിരുന്ന തീരം നിളയുടേതാണെന്ന് മുമ്പ് പറഞ്ഞല്ലോ. അങ്ങനെ കലയും സംസ്കാരവും വിളഞ്ഞ് നിന്ന നൂറ്റാണ്ടുകളുടെ ചരിത്ര കഥകൾ, ഇതെല്ലാം അവൾക്ക് അയവിറക്കാനുള്ളതാണ്. വീരപോരാട്ടങ്ങളുടെ കഥകൾ, ചാവേർപ്പടയുടെ രോമാഞ്ചജനകങ്ങളായ സാഹസിക കഥകൾ, ഇവയൊക്കെ നീളയ്ക്ക് പറയാനുണ്ട്. കേരളീയ കലകളുടെ സമ്മേളന കേന്ദ്രമായ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നതും നീളയുടെ തീരത്ത് തന്നെ. മഹാകവി വള്ളത്തോളിൻ്റെയും കുഞ്ഞുണ്ണി രാജായുടെയും ശ്രമഫലമായാണ് കഥകളി കേന്ദ്രമായ കലാമണ്ഡലം ആരംഭിച്ചത്. കേരളത്തിൻ്റെ തനത് കലയായ കഥകളി മാത്രമല്ല, മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ, കൂത്ത്, കൂടിയാട്ടം, പഞ്ചവാദ്യം തുടങ്ങിയ കേരളീയ കലകളും ഇവിടെ അഭ്യസിപ്പിക്കുന്നു. ഈ കലകൾ അഭ്യസിപ്പിക്കുന്നതിന് നിർമ്മിച്ചിട്ടുള്ള കൂത്തമ്പലം വളരെ പ്രസിദ്ധമാണ്. കഥകളി പരിശീലിപ്പിക്കുക മാത്രമല്ല, പുറത്തുപോയി കളിക്കുന്നതിന് ഒരു കളിയോഗവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെൻറ് ഈ സ്ഥാപനം ഏറ്റെടുത്ത് കലാലയമാക്കി മാറ്റിയിരിക്കുന്നു. പുരാതന പ്രസിദ്ധങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ നിളയുടെ തീരത്തുണ്ട്. തിരുനാവായി, തിരുമിറ്റക്കോട്, ചമ്രവട്ടം, തിരുവില്ലാമല ഈ പേരുകളിൽ അവ അറിയപ്പെടുന്നു. കേരളത്തിലെ പ്രശസ്തരായ പല സാഹിത്യകാരന്മാരും ജനിച്ചു വളർന്നത് നിളതീരത്താണ്. മഹാകവി വള്ളത്തോൾ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, വി.ടി. ഭട്ടതിരിപ്പാട്, എം.ടി. വാസുദേവൻ നായർ, വി.കെ.എൻ. അക്കിത്തം തുടങ്ങിയവർ ഈ കൂട്ടത്തിൽപ്പെടുന്നു. ഇവരുടെ സാഹിത്യ രചനകൾക്ക് നീള കുറച്ചൊന്നുമല്ല പ്രചോദനം നൽകിയിട്ടുള്ളത്. വേനലറുതിയിൽ നിള തളർന്ന് അവശയായിരിക്കും. വർഷാഗമത്തിൽ ഹർഷപുളകിതയാകും അവൾ. തീരങ്ങളെ ആർദ്രമാക്കിക്കൊണ്ട്, ചരിത്രം രചിച്ചുകൊണ്ട് എന്നും അവൾ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. പുണ്യശ്ലോകയായ നിള, പ്രിയങ്കരിയായ നമ്മുടെ ഭാരതപ്പുഴ. ഓക്കെ, ഇനി ആരാ ഒന്ന് വായിക്കുന്നേ? ഡെൽവിൻ ഒന്ന് വായിച്ചു. ഡെൽവിൻ. മാമാങ്ക മഹോത്സവം നടന്നിരുന്ന തീരം നിളയുടേതാണെന്ന് മുമ്പ് പറഞ്ഞല്ലോ. അങ്ങനെ കലയും സംസ്കാരവും വിളഞ്ഞു നിന്ന നൂറ്റാണ്ടുകളുടെ ചരിത്ര കഥകൾ, ഇതെല്ലാം അവൾക്ക് അയവിറക്കാനുള്ളതാണ്. വീരപോരാട്ടങ്ങളുടെ കഥകൾ, ചാവേർപ്പടയുടെ ജനകങ്ങളായ സാഹസിക കഥകൾ, ഇവയൊക്കെ നിളയ്ക്ക് പറയാനുണ്ട്. കേരളീയ കലകളുടെ സമ്മേളന കേന്ദ്രമായ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നതും നിളയുടെ തീരത്തു തന്നെ. മഹാകവി വെള്ളത്തോളിന്റെയും കുഞ്ഞുണ്ണി രാജായുടെയും ശ്രമഫലമായാണ് കഥകളി കേന്ദ്രമായ കലാമണ്ഡലം ആരംഭിച്ചത്. കേരളത്തിന്റെ തനത് കലയായ കഥകളി മാത്രമല്ല, മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ, കൂത്ത്, കൂടിയാട്ടം, പഞ്ചവാദ്യം തുടങ്ങിയ കേരളീയ കലകളും ഇവിടെ അഭ്യസിപ്പിക്കുന്നു. ഈ കലകൾ അഭ്യസിക്കുന്നതിന് നിർമ്മിച്ചിട്ടുള്ള കൂത്തമ്പലം വളരെ പ്രസിദ്ധമാണ്. കഥകളി പരിശീലിപ്പിക്കുന്നത് മാത്രമല്ല, പുറത്തു പോയി കളിക്കുന്നതിന് ഒരു കളിയോഗവും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗവൺമെന്റ് ഈ സ്ഥാപനം ഏറ്റെടുത്ത് കലാലയമാക്കി മാറ്റിയിരിക്കുന്നു. പുരാതന പ്രസിദ്ധങ്ങളായ നിരവധി ക്ഷേത്രങ്ങൾ നിളയുടെ തീരത്തുണ്ട്. തിരുനാവായി, തിരുമിറ്റക്കോട്, ചക്രവട്ടം, ചമ്രവട്ടം, തിരുവില്ലാമല ഈ പേരുകളിൽ അവ അറിയപ്പെടുന്നു. കേരളത്തിലെ പ്രശസ്തരായ പല സാഹിത്യകാരന്മാരും ജനിച്ചു വളർന്നത് നിളാതീരത്തായിരുന്നു. മഹാകവി വെള്ളത്തോൾ, ഇടശ്ശേരി ഗോവിന്ദൻ നായർ, കുറ്റിപ്പുറത്ത് കേശവൻ നായർ, വി.ടി. ഭട്ടതിരിപ്പാട്, എം.ടി. വാസുദേവൻ നായർ, വി.കെ.എൻ. അക്കിത്തം തുടങ്ങിയവർ ഈ കൂട്ടത്തിൽപ്പെടുന്നു. ഇവരുടെ സാഹിത്യ രചനകൾക്ക് നിള കുറച്ചൊന്നുമല്ല പ്രചോദനം നൽകിയിട്ടുള്ളത്.
വേനലറുതിയിൽ നിള തളർന്ന് ആയിരിക്കും. വർഷാഗമത്തിൽ ഹർഷപുളങ്കിതയാവും അവൾ. തീരങ്ങളെ ആർദ്രമാക്കിക്കൊണ്ട് ചരിത്രം രചിച്ചുകൊണ്ട് എന്നും അവൾ ഒഴുകിക്കൊണ്ടിരിക്കട്ടെ. പുണ്യശ്ലോകയായ നിള, പ്രിയങ്കരിയായ നമ്മുടെ ഭാരതപ്പുഴ. ഓക്കെ, എല്ലാവർക്കും കേൾക്കുന്നില്ലേ മക്കളെ? കേൾക്കാം മിസ്സേ. ഓക്കെ, അപ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നല്ലതുപോലെ വായിക്കണം കേട്ടോ. എന്നാൽ ക്വസ്റ്റ്യൻ ആൻസറിൽ ഒരുപാടുണ്ട്, അപ്പോ മനസ്സിലാക്കാൻ പറ്റും. പാഠം നല്ലതുപോലെ വായിക്കണേ. അത് കഴിഞ്ഞ അർത്ഥാണ് നമുക്ക് പറയാനുള്ളത്. ഇനി പ്രമുഖം, പ്രധാനം. പ്രമുഖം, പ്രധാനം. ടെക്സ്റ്റ് നോക്കി നിങ്ങൾ അർത്ഥം നോട്ടിലേക്ക് എടുത്ത് എഴുതണേ. പുണർന്നുകൊണ്ട്, ആലിംഗനം ചെയ്തുകൊണ്ട്. അഭേദ്യം, വേർപെടുത്താൻ പറ്റാത്തത്. പക്ഷം, ഭാഗം. മാസത്തിന്റെ പകുതിയായ 15 ദിവസം. ഒരു മാസം എന്ന് പറയുമ്പോൾ 30 ദിവസമാണ് അല്ലെ? അതിന്റെ പകുതി എന്ന് പറഞ്ഞതാ 15 ദിവസം. അധീനതയിൽ, കീഴിൽ. വ്യാഴവട്ടം 12 വർഷം. മാഘമാസം, മകരമാസം. പുരാതനം, പ്രാചീനം. പുരാതനത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് എന്താണെന്നറിയോ? പുരാതനം പുതിയതാണോ? പുരാതനത്തിന്റെ ഓപ്പോസിറ്റ് വേർഡ് പുരാതനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രാചീനം, പഴയതല്ലേ, പണ്ടുള്ളതല്ലേ. അതിന്റെ നവീനം, നവീനം എന്നാണ് അർത്ഥം കേട്ടോ. നവീനം എന്നാണ് വിപരീതം, പുതിയത്, നവീനം. നവം, പുതിയത് എന്നർത്ഥം. രോമാഞ്ചജനകം, രോമാഞ്ചത്തെ ഉണ്ടാക്കുന്നത്. സാഹസിക കഥകൾ, വീരകഥകൾ. ആരംഭം കുറിക്കുക, തുടങ്ങുക. പാർപ്പിടം, വീട്. വർഷാഗമം, മഴക്കാലത്തിന്റെ ആഗമം. നെറ്റ് കുറവാന്ന് തോന്നുന്നു അല്ലെ? നെക്സ്റ്റ് ഹർഷപുളകിത, സന്തോഷത്താൽ രോമാഞ്ചം കൊണ്ടവൾ. മൂർധന്യം, ഏറ്റവും ഉയർന്ന അവസ്ഥ. ക്ഷിപ്രകോപിനി, പെട്ടെന്ന് കോപം, ദേഷ്യം. കോപം എന്ന് പറഞ്ഞ അർത്ഥം ദേഷ്യാണ്. ക്ഷിപ്രം, പെട്ടെന്ന്. അപ്പൊ പെട്ടെന്ന് കോപിക്കുന്നവൾ, പെട്ടെന്ന് ദേഷ്യം വരുന്നവൾ എന്നർത്ഥം. ആർദ്രമാക്കുക, അലിയിക്കുക. പുണ്യശ്ലോക, സൽകീർത്തി ഉള്ളവൾ ട്ടോ. അടുത്തത് എന്താ? ഓപ്പോസിറ്റ് വേർഡ് എന്തൊക്കെയായുള്ളത്? ഉത്ഭവിക്കുക, പതിക്കുക. നെക്സ്റ്റ് വിസ്തൃതം, സങ്കുചിതം, വിപരീതം. അഭേദ്യം, ഭേദ്യം. പുരാതനം, നവീനം അല്ലേ? അടുത്തത് പര്യായ പദങ്ങള്. നദി, അരുവി, പുഴ, ആറ്. രക്തം, നിണം, ശോണിതം, ചോര. പോരാട്ടം, യുദ്ധം, സമരം, രണം. അടുത്ത ചേർത്ത് എഴുതുകയാണ് അല്ലെ. ഭാരത അധികം പുഴ, എന്ത്? ഭാരതപ്പുഴ. ഉയർന്നത് പ്ലസ് ആണ്, എന്താണ്? ഉയർന്നതാണ്. ഉയർന്നതാണ്. എഴുതാനറിയോ? ഉയർന്നതാണ്. ത, ആദ്യത്തെ ത കേട്ടോ. ഉയർന്നതാണ്. നെക്സ്റ്റ് ഇവ പ്ലസ് എല്ലാം, ഇവയെല്ലാം. ഏച്ചിനോട്ടിട്ട് യ, ഇവയെല്ലാം. അടുത്തത് നടത്തി പ്ലസ് ഇരുന്നു, നടത്തിയിരുന്നു. യാക്ക് ഈച്ചിനിടണം, വള്ളി. നടത്തിയിരുന്നു. യാരാലാവാന്നില്ല, യ കേട്ടോ. നടത്തിയിരുന്നു. അടുത്ത ഏറ്റുമുട്ടി പ്ലസ് ഉള്ള. എങ്ങനെ എഴുതും? ഏറ്റുമുട്ടിയിട്ടുള്ള. അവിടെ ഈ യായാണ്, ഊച്ചിനിടുക. യാക്ക് ഊച്ചിനിടുക. അത്രയാണുള്ളത്. അപ്പൊ ഭാരതപ്പുഴ ഉയർന്നതാണ്, ഇവയെല്ലാം നടത്തിയിരുന്നു, ഏറ്റുമുട്ടിയുള്ള. എഴുതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാട്ടോ. എല്ലാവർക്കും അറിയാം അല്ലേ? ഓക്കെ, അത്രേ നമുക്ക് ഇന്ന് പറയാൻ സമയമുള്ളൂ. ഇനി 1 മിനിറ്റേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ക്വസ്റ്റ്യൻ ആൻസർ ഇന്ന് രേഖപ്പെടുത്തി നിങ്ങളിവിടെ രേഖപ്പെടുത്തി വെക്കുക. അതിനുശേഷം എഴുതിയാലും മതി, പക്ഷെ എഴുതിയെടുക്കണം. നോട്ട് ടെക്സ്റ്റിലേക്ക് ഇന്ന് നമ്മൾ പറഞ്ഞ ഭാഗങ്ങളൊക്കെ നിങ്ങൾ നോട്ടിലേക്ക് പകർത്തി എഴുതുക. ഓക്കെ, അതുപോലെ ടെക്സ്റ്റ് നല്ലതുപോലെ വായിക്കുക. ഓക്കെ, ഇന്ന് മുതൽ നമുക്ക് അങ്ങോട്ട് ഇനി പഠിച്ചിട്ട് തന്നെ പോകണം. ഇനി റെഗുലർ ക്ലാസ് വരുവാണ്, അതുകൊണ്ട് പഠിക്കാതെ ഒപ്പിക്കൽസ് ആയിട്ടൊന്നും പോകാൻ പറ്റില്ല നിങ്ങൾക്ക്. അതുകൊണ്ട് എന്ത് ചെയ്യാ,
ഇന്ന് മുതലെങ്കിലും ഇനിയിപ്പോ സെമസ്റ്റർ എക്സാം എല്ലാം കഴിഞ്ഞു, ഇനി പുതിയ വരുന്ന ഭാഗങ്ങൾ കൃത്യമായി അന്ന് നിങ്ങൾ പഠിക്കാൻ നോക്കുക. കാരണം ഒരാളൊന്നും പഠിക്കാതെ എക്സാം എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞു. ഓക്കെ, ബൈ ബൈ. ബൈ, സി യു. താങ്ക് യു ടീച്ചർ. ഓക്കെ, ബൈ, താങ്ക് യു.